ഞാൻ എന്ത് വിശ്വസിച്ച് നിന്റെ കൂടെ വരും? ദിവസേന കിട്ടുന്ന കൂലി കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകും? അതും എന്നേലും ഉണ്ടാകുന്ന ഈ ജോലി കൊണ്ട്. എന്ന് ചോദിച്ചാലും പണിയില്ലെന്ന് മാത്രമേ നീ പറയുന്നത് കേട്ടിട്ടുള്ളൂ. എൻ്റെ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും കാശ് ചിലവാക്കുമ്പോൾ നിന്റെ മുഖത്തെ വെപ്രാളം ഞാൻ കാണാറുണ്ട്. പിന്നെ എന്തെങ്കിലും സംസാരിക്കാൻ വന്നാൽ നിനക്ക് പറയാൻ 100 പ്രാരാബ്ധ കണക്കുകൾ മാത്രമേ ഉണ്ടാവൂ. അങ്ങനെയുള്ള നിന്നോടൊപ്പം എന്ത് വിശ്വസിച്ചാണ് ഞാൻ വരേണ്ടത്? ഒത്തിരി സ്നേഹിച്ചവളുടെ നാവിൽ നിന്നാണ് ഇതൊക്കെ കേൾക്കുന്നതെന്ന് ഓർക്കുമ്പോൾ നെഞ്ച് നീറുകയായിരുന്നു. എടി, ഇതൊക്കെ അറിഞ്ഞല്ലേ നമ്മൾ തമ്മിൽ ഇഷ്ടപ്പെടുന്നത്. എൻ്റെ അവസ്ഥകളെല്ലാം നിന്നോട് പറഞ്ഞിട്ടുള്ളല്ലേ. അന്നൊക്കെ നിനക്കെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ ഇഷ്ടമായിരുന്നു. എല്ലാത്തിനേക്കാൾ ഉപരി എന്നോടൊപ്പമുള്ള ജീവിതമാണ് നിന്റെ സ്വപ്നം നീ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പാതയെ നീ എൻ്റെ ഇല്ലായ്മയെക്കുറിച്ച് വ്യാകുലപ്പെടുന്നു. നീ ആവശ്യപ്പെട്ടെല്ലാം വാങ്ങിച്ചിരുന്ന് ഞാൻ പലപ്പോഴും കടമായിട്ടാവും. ആ വെപ്രാളം ചിലപ്പോൾ എൻ്റെ മുഖത്ത് നീ കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് നീ പിന്നെയും ആവശ്യങ്ങളുടെ പട്ടിക നിരത്തുമ്പോൾ അത് എന്തിനാണെന്നോ അതിൻ്റെ ആവശ്യം ഇപ്പോൾ ഉണ്ടോ എന്നൊന്നും ചോദിക്കാതെ നിന്റെ ആവശ്യങ്ങൾ സന്തോഷത്തോടെ നടത്തി തരുമ്പോഴൊന്നും നീ എന്നിൽ കാണാത്ത എന്ത് പ്രാരാബ്ദങ്ങളാണ് നീ ഇപ്പോൾ തിരിച്ചറിഞ്ഞ്. എൻ്റെ ചോദ്യങ്ങൾക്കുള്ള അവളുടെ മറുപടി ഒറ്റ വാക്കിലായിരുന്നു. എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. അവളുടെ തീരുമാനം ഉറച്ചതാണെന്ന് തോന്നിയതുകൊണ്ട് കെഞ്ചാനോ സങ്കടപ്പെടാനോ നിന്നില്ല. തിരുത്താൻ കഴിയില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ഒന്നും പറയാതെ അവിടുന്ന് പോരുമ്പോൾ അവളുടെ ചുണ്ടിൽ വിടുന്ന പുഞ്ചിരിക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ടായിരുന്നു. വളരെ പെട്ടെന്നായിരുന്നു അവളുടെ വിവാഹം. അറിഞ്ഞപ്പോൾ ഒത്തിരി വിഷമം തോന്നി. ആ ദിവസം താലി കെട്ടുന്ന നിമിഷം ഒന്ന് കടന്നു പോകാൻ ഒരുപാട് സമയമെടുത്തു. ഒരു രാത്രി കൂടെ ഇരുട്ടി വിളിക്കുമ്പോൾ ആ ഒരു ഇഷ്ടം കൂടെ വഴിമാറി ഒഴുകിയിരുന്നു. ദിവസങ്ങൾ മാസങ്ങളും വർഷങ്ങളുമായി മാറുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അന്ന് പുതിയ പണിക്കായി ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അറിഞ്ഞിരുന്നില്ല ഒരിക്കൽ പ്രണയിച്ചവളുടെ വീടാണെന്ന്. ആണെന്നറിഞ്ഞ നിമിഷം കൂട്ടുകാരനോട് പറഞ്ഞതാ, ദാ എനിക്കിവിടെ ശരിയാവില്ല, നിനക്കറിയാലോ അല്ല, അവളുടെ വീട്ടിൽ ഞാൻ, അത് ശരിയാവില്ലടാ എന്ന് പറയുമ്പോൾ കൂട്ടുകാരൻ ചിരിക്കുകയായിരുന്നു. എൻ്റെ മോനെ, നിന്നെ വേണ്ടെന്ന് പറഞ്ഞു പോയവളെ കാണുമ്പോൾ നീ എന്തിനാണ് മാറിയെടുക്കുന്നത്? നീ നിന്റെ ജോലി ചെയ്യാനാണ് വന്നത്. അത് ആത്മാർത്ഥയോടെ ചെയ്യുക. വൈകിട്ട് കാശ് വാങ്ങാൻ പോവുക, അത്രയേ ഉള്ളൂ. അതിൽ അവളാണല്ലോ മുന്നിൽ നിന്ന് എഴുതിയൊരു നാണക്കേടും വേണ്ട. ശരിയാ, അവൻ പറഞ്ഞാണ് ശരി. അവളിപ്പോൾ എൻ്റെ ആരുമല്ല. പിന്നെ ഇവളെ കാണുമ്പോൾ ഞാനെന്തിനു പോകണം? ജോലിയുടെ ഇടവേളയിൽ അവൾ അടുത്ത് വന്നപ്പോൾ മൈൻഡ് ചെയ്യാൻ നിന്നില്ല. അതറിഞ്ഞുകൊണ്ടാവണം മിണ്ടി തുടങ്ങിയത് അവളായിരുന്നു. ദേവേട്ടന് സുഖമാണോ? സുഖം എന്ന് മറുപടി നൽകുമ്പോൾ അവൾ പുഞ്ചിരിച്ചു. എല്ലാവരും ചോദിക്കുന്ന പോലെ സുഖമാണോ എന്ന് തിരിച്ചു ചോദിക്കാൻ നിന്നില്ല. സുഖവും സന്തോഷവും കിട്ടാൻ വേണ്ടി തന്നെ ഉപേക്ഷിച്ചു പോയവളോട് സുഖമാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നി. ഫാമിലി? ഒരു മോളിൽ അതിനുള്ള ഉത്തരം നൽകുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു, എന്നോട് ദേഷ്യമാണെന്നറിയാം. ഞാനാണല്ലോ ദേവേട്ടനെ. എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ, എനിക്ക് ഹൈ എഡ്യൂക്കേഷൻ നേടാൻ നിങ്ങളുടെ കൂടെ വന്നാൽ കഴിയില്ലെന്ന് തോന്നിയോണ്ടാണ് ഞാൻ. അന്ന് വീട്ടുകാർ എനിക്ക് വേണ്ടി ഒരാളെ കണ്ടെത്തി. ഒത്തിരി കാശുള്ളവൻ, ഇഷ്ടംപോലെ പഠിക്കാനുള്ള അനുവാദം. വിവാഹം കഴിഞ്ഞ് പഠനം തുടർന്നോളാൻ പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് വലിയൊരു ലൈഫായിരുന്നു അന്നത്. ഒന്നുമില്ലാത്തവനും ഒത്തിരി ഉള്ളവരും തമ്മിലുള്ള അന്തരം ഞാനൊന്ന് മനസ്സിലാക്കി. എൻ്റെ സ്വപ്നങ്ങൾ നടക്കാൻ എനിക്ക് മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു. അവൾ ഓരോന്നും പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ദേഷ്യമാണ് തോന്നിയത്. എന്നെ തേച്ചിട്ട് പോയ കഥയാണ് എനിക്ക് മുന്നിൽ വളരെ ലളിതമായി വിളമ്പുന്നത്. ഇതൊക്കെ എന്തിനാണ് നീ എന്നോട് പറയുന്നത്? നീ ആഗ്രഹിച്ചോളം നിന്റെ സ്വപ്നങ്ങൾ നടന്നല്ലോ, പിന്നെന്താ? എൻ്റെ വാക്കിൽ അനിഷ്ടവൾക്ക് മനസ്സിലായെന്ന് തോന്നി. സോറി ദേവേട്ട, പെട്ടെന്ന് മുന്നിൽ കണ്ടപ്പോൾ ഞാൻ നഷ്ടപ്പെടുത്തിയ എൻ്റെ ജീവിതം ഓർത്തുപോയി. പറക്കാൻ മോഹിച്ച് ചാടിയതൊരു കൂട്ടിലായിരുന്നു. ഇപ്പോൾ പറക്കാൻ കഴിയാതെ ഈ വീട്ടിൽ ഒതുങ്ങിപ്പോയി. എൻ്റെ സ്വപ്നങ്ങൾ കെട്ടിയിട്ട് പഠിച്ചോളാൻ പറഞ്ഞതാ. കെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പഠിച്ചു. കെട്ടുന്നവരെയുള്ള വാഗ്ദാനങ്ങൾക്ക് ചില ലൈഫിൽ കെട്ടുകഴിയുമ്പോൾ പ്രസക്തിയില്ലെന്ന്. കൂടെ ഒരു കുട്ടി കൂടി ആയിക്കഴിഞ്ഞാൽ. അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ ആഗ്രഹങ്ങൾക്കൊത്ത ജീവിതമല്ല അവിടെ നിന്ന് തോന്നി. അതുവരെ തോന്നിയ ദേഷ്യം ഒരു സാധാപ്തിലേക്ക് വഴിമാറിയെങ്കിലും പ്രകടിപ്പിക്കാൻ നിന്നില്ല. എന്നെ മറുപടിക്ക് നിൽക്കാതെ അവൾ അകത്തേക്ക് പോകുമ്പോൾ ഒരു വിഷമം തോന്നി. ഇട്ടെറിഞ്ഞു പോയവളാണെങ്കിലും ഒത്തിരി കാലം സ്നേഹിച്ചവളുടെ വിഷമം കണ്ടപ്പോൾ. അല്ലെങ്കിലും അതെല്ലാം സ്വാഭാവികമാണ്. ആത്മാർത്ഥ സ്നേഹത്തിന് എന്നൊരു വിങ്ങൽ കൂടെ ഉണ്ടാവും. എത്ര ശ്രമിച്ചാലും അടർത്താൻ കഴിയാത്ത ഒരു നുള്ള സ്നേഹവും. വൈകിട്ട് ജോലി കഴിഞ്ഞ് പോരാൻ നേരം അവൾ കാശ് നീട്ടുമ്പോൾ പുഞ്ചിരിയോടെ കാശ് വാങ്ങി എണ്ണി നോക്കുമ്പോൾ അവൾ പുഞ്ചിരിയോടെ ചോദിച്ചു, ഭാര്യ എന്ത് ചെയ്യുന്നു എന്നായിരുന്നു. എണ്ണിക്കഴിഞ്ഞ കാശ് പോക്കറ്റിലിട്ടുണ്ട് ബൈക്കിൽ കയറാൻ തുടങ്ങുമ്പോൾ ഞാൻ മറുപടി നൽകി, അവൾ പഠിക്കുക MBBSന്. അവളുടെ മുഖത്തൊരു ഞെട്ടൽ കണ്ടു ഞാൻ. ഒന്നിനും കൊള്ളാത്തവൻ്റെ ഭാര്യ ഡോക്ടറാവാൻ പഠിക്കുകയാണെന്ന് പറയുമ്പോൾ ഞെട്ടാതിരിക്കില്ലല്ലോ. ഞാൻ പതിയെ ബൈക്കിൽ കയറി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സൈഡ് ഗ്ലാസ്സിലൂടെ നോക്കി. ഉണ്ട്, പുറകിൽ അവൾ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അക്കരെ പച്ച തേടിപ്പോയ അവൾ പഴിക്കുന്നുണ്ടാവും. എല്ലാം വിധി, അവളുടെയും എൻ്റെയും.